ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ചാളായല്ലേ കണ്ടിട്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലായി പോയി, ബാക്ക് പെയിനായിട്ടേ. അത് അവിടെ കിടക്കേണ്ട വന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഒരാഴ്ച 2 ആഴ്ചയൊക്കെ റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ വരാഞ്ഞത്. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാതെ വയ്യ. അപ്പം ഞാൻ ഇവിടെ ആലുവ രാജഗിരി ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഒത്തിരിയും പേര് എന്നെ കാണുകയും എൻ്റെ അടുത്ത് വരെയും ഒത്തിരി സംശയങ്ങൾ ചോദിക്കുകയും ഒത്തിരി സന്തോഷം കാണിക്കുകയും സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി ആൾക്കാരുടെ സ്നേഹം കിട്ടുന്നുണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ എന്നെ കാണുകയും എൻ്റെ രോഗം പെട്ടെന്ന് മാറണമെന്നൊക്കെ ആശംസിക്കുകയൊക്കെ ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ എൻ്റെ വിഷയം എന്താണെന്നോ, അപ്പോൾ ഇത് ഹോസ്പിറ്റലിൽ വെച്ച് ഒരു നേഴ്സ് കുട്ടി ചോദിച്ചത് എൻ്റെ അടുത്ത്. കോഫി പൗഡറും അതുപോലെ പിന്നെ പഞ്ചസാരയും ഉള്ള നമ്മുടെ സ്ക്രബ് ഉണ്ടല്ലോ, ഈ സ്ക്രബ് ഡെയിലി ഇടാവോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് അങ്ങനെ ഒത്തിരി മിസ്ലീഡിങ് ഇപ്പോൾ വരുന്നുണ്ടല്ലോ. എന്നാൽ അതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് തരാമെന്ന് ഓർത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും എന്നും സ്ക്രബ് ചെയ്യരുത്, അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. കാരണം നമ്മൾ ഡെയിലി ഇപ്പോൾ കോഫി പൗഡർ മാത്രമല്ല, ഏത് സ്ക്രബ് നമ്മൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്താലുള്ള പിന്നെ അതിൻ്റെ ഡീമെറിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് മോശമാവും, നമ്മുടെ സ്കിന്നിലെ പുറംപാളിയിൽ ഡാമേജ് വരും. എന്നും ഇങ്ങനെ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനെ തരുതരാന്നുള്ള പിന്നെ എന്നൊക്കെ ഉള്ളതൊക്കെ വെച്ച് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്ക്രാച്ചസ് വീഴുകയും സ്കിൻ പെയിലാകുകയും അതുപോലെ ആ തിളക്കം നഷ്ടപ്പെടുകയും എല്ലാം ചെയ്യും. ഇത് തന്നെയാണ് നമ്മൾ റെഗുലറായിട്ട് കെമിക്കൽ ബ്ലീച്ച് ഉപയോഗിക്കുന്നവർക്ക് ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. വല്ലാണ്ട് യെല്ലോ ആയിപ്പോവും മുഖം. അതുകൊണ്ട് ഒരു കാരണവശാലും എല്ലാ ദിവസവും സ്ക്രബ് ചെയ്യരുത്. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. രണ്ടാമത്, ഇനി സ്ക്രബ് ചെയ്യുന്നത് അധികം സമയം നമ്മൾ ചെയ്യരുത്. ഒരു 2-3 മിനിറ്റ്, ചിലവരെ എനിക്കറിയാം 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ അങ്ങ് മസാജ് ചെയ്യുന്നവർ. അപ്പം നല്ല മുഖമൊക്കെ ഒന്ന് ബ്രൈറ്റ് ആവും, ആ ഒരു സന്തോഷത്തിനാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ മുഖത്തിൻ്റെ നമ്മുടെ സ്കിന്നിൻ്റെ പുറംപാളിയിൽ ഡാമേജ് വരുന്നത് നമ്മൾ പെട്ടെന്നൊന്നും അത് നമ്മൾ നോട്ടീസ് ചെയ്യില്ല. കുറേ നാളിങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ തിളക്കം പിന്നെ സ്ക്രാച്ചസ് വീണ പോലെയൊക്കെ നമുക്കത് ഫീൽ ചെയ്യണത് കുറച്ച് നാൾ കഴിയുമ്പോൾ. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യരുത്, സ്ക്രബ് ചെയ്യരുത്. അത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ ഒരിക്കൽ ഇത് ചെയ്താൽ മതി. പിന്നെ ചിലവരെ സംബന്ധിച്ച് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ തരുതരാന്ന് മുഖത്തെല്ലാം ഉള്ളവർക്ക് ആഴ്ചയിൽ 1 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാം. അത് തന്നെ 2-3 മിനിറ്റ് മസാജ് ചെയ്യാവൂ, അല്ലാണ്ട് അത് കുറേ നേരം ഇട്ട് മസാജ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നുവാണ് ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെയാണ് വല്ലാണ്ട് മൂക്കിൻ്റെ സൈഡും അതുപോലെ കവിളിൻ്റെ സൈഡ് താടിയിലൊക്കെ ഇങ്ങനെ തരുതരാന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ആ ഭാഗം മാത്രം ആ ഭാഗം മാത്രം സ്ക്രബ് ചെയ്യുക, ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ. അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും നമ്മൾ റെഗുലറായിട്ട് ഇപ്പോൾ കോഫി പൗഡറും പഞ്ചസാരയും മാത്രമല്ല, ഒരു സ്ക്രബും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് ഞാൻ തറപ്പിച്ച് പറയാം കേട്ടോ. പിന്നെ നമ്മൾ ഇത് പിന്നെ നമ്മൾ റെഗുലറായിട്ട് ചെയ്യേണ്ട എന്താണെന്നോ, ക്ലെൻസിങ് ചെയ്യണം, അതുപോലെ മോയ്സ്ചറൈസർ ചെയ്യണം. ഇത് മാത്രമേ നമുക്ക് റെഗുലറായിട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. പിന്നെ വല്ലാണ്ട് വെയിലത്ത് പോകുന്നവർക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കാം. ഇതൊന്നും ഉപയോഗിക്കാണ്ട് ഇത്രയും 60-65 വയസ്സ് വരെ ഞങ്ങൾ ഇതൊന്നും ഉപയോഗിക്കാണ്ടാണ് ഞങ്ങളൊക്കെ നടന്നത്. പക്ഷേ എങ്കിൽ ഇപ്പോൾ പ്രായമാകുമ്പോൾ ഇപ്പോഴത്തെ ചൂടും ഇപ്പോഴത്തെ എയർ പൊല്യൂഷനും ഈ ചൂടും കൂടുതലാണ്, ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിൽ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതും വല്ലാണ്ട് വെയിലത്തൊക്കെ ഇറങ്ങുന്നവർക്ക് ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മുഖത്ത് മെലാസ്മ അങ്ങനെയുള്ള കറുത്ത പാടുകളൊക്കെ ഉള്ളവർക്കും വീട്ടിലിരിക്കുമ്പോഴും ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ, അതായത് ഒരു 12 മണി തുടങ്ങി ഒരു 3 മണി വരെയൊക്കെ സമയങ്ങളിലാണല്ലോ നമുക്ക് ഈ ചൂടും റേസൊക്കെ കൂടുതൽ, UV റേസൊക്കെ കൂടുതൽ ഏൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആ സമയങ്ങളിൽ ഇതിടാം. അപ്പം നമ്മൾ ചെയ്യാനുള്ളത് എന്നും പിന്നെ ക്ലെൻസ് ചെയ്യുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു മോയ്സ്ചറൈസർ
നമ്മളിപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ആയാലും മതി. ഞാൻ നാച്ചുറൽ മോയ്സ്ചറൈസറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെങ്കിൽ അത് വെച്ച് ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് വാങ്ങാം. ഓക്കെ, അതുപോലെ സൺസ്ക്രീനും വാങ്ങാം. ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ക്ലെൻസിങ് മേടിക്കുമ്പോൾ പിന്നെ ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയത് നിങ്ങൾ നോക്കി വാങ്ങണം. അതിനെക്കുറിച്ചെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പഞ്ചസാര ഇടുന്നത് പഞ്ചസാര ഗ്ലൈക്കോളിക് ആസിഡാണ്. അതിനാണ് നമ്മൾ ഈ പഞ്ചസാര ഇടുന്നത്. പക്ഷെ അത് റെഗുലറായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പ്രശ്നം നിങ്ങൾ നേരിടേണ്ടി വരും. അതാണ് എനിക്ക് സ്ക്രബിനെ കുറിച്ച് പറഞ്ഞു തരാനുള്ള ആദ്യത്തെ അല്ല, ഒത്തിരി ടിപ്സ് ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം, ഓയിലി സ്കിന്നുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നോ, ഇവരെ പ്രത്യേകിച്ച് മുഖക്കുരു ഉള്ളവർ, മുഖം നിറയെ മുഖക്കുരു, അതുപോലെ തരുതരാന്ന് ഉള്ള കുരുക്കളൊക്കെ ഉള്ളവർ ഒരു കാരണവശാലും സ്ക്രബ് ചെയ്യരുത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് സ്ക്രബ് ചെയ്യുമ്പോൾ ഈ നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻസ് സ്റ്റിമുലേറ്റ് ചെയ്യും, കൂടുതൽ സെബ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഫലമായിട്ട് ഈ മുഖക്കുരുവൊക്കെ കുറേ കൂടെ ഇൻഫ്ലമേഷൻ വരെയും കുറേ കൂടെ റെഡിഷ് നിറാവുകയും കുറേ കൂടെ കൂടുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഓയിലി സ്കിന്ന് അതിനകത്ത് നിറയെ പിന്നെ കുരുക്കൾ, മുഖക്കുരു അങ്ങനെയുള്ളതൊക്കെ ഉള്ളവർ നിങ്ങൾ കഴിയുന്നതും അത് ആ മുഖക്കുരു ഉള്ള സമയത്തെങ്കിലും സ്ക്രബ് ചെയ്യാതിരിക്കണം. അതാണ് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളൊരു കാര്യം കേട്ടോ. ഇനി നമുക്ക് വീട്ടിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രബ് വാങ്ങി ഉപയോഗിക്കുന്നേക്കാളും നല്ലത്, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പാക്കിട്ട് അത് നമ്മളൊന്ന് മസാജ് ചെയ്ത് കഴിയാൽ മതി, അത്രേ അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഇങ്ങനെ അധികം ഉള്ളവർക്കാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതുപോലെ പിന്നെ കുരുക്കൾ തരുതരാന്നുള്ള ഒരു ഇതുണ്ടല്ലോ സ്കിൻ, അങ്ങനെയുള്ളവർക്കൊക്കെയാണ് പിന്നെ നമ്മൾ ഇങ്ങനെയുള്ളതൊക്കെ വാങ്ങി ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പം ഏറ്റവും എളുപ്പം നമുക്ക് ഈ പറഞ്ഞിട്ട് കോഫി പൗഡർ ഒരു സ്പൂൺ എടുക്കുക, അതുപോലെ തന്നെ പഞ്ചസാര പൊടിച്ചത്, അല്ലെങ്കിൽ നമ്മൾ കേക്കിലിടുന്ന ബ്രൗൺ ഷുഗർ, തൈര്, അതല്ലെങ്കിൽ പാല്, ഇതെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് 2 ആഴ്ച കൂടുമ്പോഴോ മാസത്തിലൊരിക്കയോ ഒക്കെ നമുക്ക് ദേഹം മുഴുവനും ഇട്ട് മുഖത്തും കഴുത്തിലും കയ്യിലും കാലിലും എല്ലാം നന്നായിട്ട് തേച്ച് നന്നായിട്ട് നല്ല ഒന്നാന്തരം എക്സ്ഫോലിയേഷൻ, അത് പറയാതെ വയ്യ കേട്ടോ ഈ ഒരു പാക്ക്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ തരാന്നുള്ളത് വേണ്ട കേട്ടോ. അങ്ങനെയുള്ളെങ്കിൽ ഫ്ലാക്സ് സീഡ് ജെല്ല് ഏറ്റവും നല്ലതാണ്. ഫ്ലാക്സ് സീഡ് ജെല്ല് ഉണ്ടാക്കുന്ന വിധം നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ ഒരു പിന്നെ എന്താ പറയണ, ഒരു 2 സ്പൂൺ മതി. 2 സ്പൂൺ എടുത്ത് വെള്ളത്തിലിട്ട് അത് വളരെ ചെറിയ ചൂടിൽ അത് തിളപ്പിച്ച് അതിൻ്റെ ജെല്ല് പുറത്ത് വന്ന് അത് നന്നായിട്ട് അരിച്ചെടുത്ത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് പിന്നെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ആ ജെല്ല് നമുക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം, അരിച്ച് തണുപ്പിച്ച് വെച്ചിട്ട്. എന്നിട്ട് ഇത് നമുക്ക് 1 സ്പൂൺ എടുക്കുക, 1 സ്പൂൺ തൈരും കൂടെ എടുക്കുക. ഇത് മുഖത്തെല്ലാം 2-3 മിനിറ്റ് മസാജ് ചെയ്ത് നമുക്ക് വാഷ് ചെയ്യാം. ഇത് നല്ല ഒന്നാന്തരം സ്ക്രബാണ്. സ്ക്രബ് മാത്രമല്ല, നമ്മുടെ രോമകൂപത്തിൽ അടങ്ങിയിരിക്കുന്ന അടിഞ്ഞുകൂടുന്ന എല്ലാ പൊടിയും അഴുക്കും അങ്ങനെയുള്ളതെല്ലാം പോകാനും സ്കിന്നിൻ്റെ സുഷിരങ്ങളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പാലിൽ ഓട്സ് വേവിച്ചിട്ട് പാലൊഴിച്ചിട്ട് നമുക്കത് സ്ക്രബായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ബദാം പൗഡർ നമുക്ക് അതിൽ പാലൊഴിച്ചിട്ട് സ്ക്രബായിട്ട് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും തീർന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ഇരിക്കുക. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യുക. ഓക്കെ എന്നാൽ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.